എല്ലാവരെയും കൂട്ടത്തിലുണ്ടാവും നമ്മൾ ഓവർ തിങ്കേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടര്. വളരെ സെൻസിറ്റീവായ കുഞ്ഞു കാര്യങ്ങളിൽ പെട്ടെന്ന് വിഷമിക്കുന്ന, അതിനെക്കുറിച്ച് ഡീപ്പായി ആലോചിക്കുന്നവർ, അതിൽ വിഷമിച്ചിരിക്കുന്നവർ. മെയിൻലി ഇവർ 2 കാറ്റഗറിയാണുള്ളത്. ഫസ്റ്റ്, എത്ര ഡീപ്പായി ആലോചിച്ചാലും തനിയെ തിരിച്ചു വരുന്നവർ. സെക്കൻഡ്, തിരിച്ചു വരാൻ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരുന്നവർ. കോമൺലി ഇവരെല്ലാവരും കുറ്റം പറയാറാണ് പതിവ്. ബിക്കോസ് ഒരു കാര്യത്തെ ഒരുപാട് ചിന്തിച്ച് നോക്കിയാൽ അതിന് ശരിക്കുമുള്ള റീസണിനപ്പുറത്ത് മറ്റാരും കാണാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവർ കണ്ടെത്തും. അത് അവരുടെ സമാധാനത്തെ തന്നെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സംഭവം ശരിയാണ്. ഈ ഓവർ തിങ്കിങ് ഒട്ടും നല്ല ശീലമല്ല. മേ ബി നമ്മളത് അവരോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. അവർക്കത് അറിയാമെങ്കിലും അതിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. ഇതൊന്നും അവർ വേണമെന്ന് കരുതി ചെയ്യുന്നതല്ല കേട്ടോ. ഒരു നീർക്കുമിള പോലെയാണ് ഇവർ. വളരെ വേഗത്തിൽ അവർ വേദനിക്കും. ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ആ ചിന്തകൾ എവിടെ എത്തുമെന്നും പറയാനും പറ്റില്ല. ഇവർ പക്ഷേ ഒരുപാട് സ്നേഹമുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമാണ്. സോ ഇവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരുടെ കോൺവെർസേഷനിലാണ് ഇവർ മിക്കവാറും ഓവർ തിങ്ക് ചെയ്യുന്നത്. എങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി ക്ഷമ കാണിച്ചാൽ മേ ബി ഇത്തരം ചിന്തകളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു വഴക്കുണ്ടായാൽ ഇൻസ്റ്റൻ്റായി അത് എൻഡപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ആ വഴക്കുണ്ടായ റീസണിനെ നൂലിഴ കീറി പരിശോധിച്ച് അതിലെ തെറ്റുകൾ കണ്ടെത്തി അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ കിട്ടുന്നത് വരെ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ബിക്കോസ് ഒരു കാര്യം ഉള്ളിൽ കിടന്ന് നീറിപ്പോകാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ റിലേഷൻഷിപ്സിനൊക്കെ സീരിയസ് ആയിട്ടെടുക്കും. അവരുടെ സൈഡിൽ ന്യായം ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനോ ഒരു സോറി പറയാനോ ഇവർക്ക് ഒട്ടും മടി ഉണ്ടാവില്ല. ബിക്കോസ് കൂടി നിൽക്കുന്നവർ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ്. ഓവർ തിങ്കിങ് നല്ലതല്ല എന്ന് നമുക്കും അവർക്കും ഒരുപോലെ അറിയാം. പക്ഷേ ഏതോ ഒരു കാര്യവും ഒറ്റയടിക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം അവരിങ്ങനെ ചെയ്യുമ്പം വഴക്ക് പറയാതെ കുറ്റപ്പെടുത്താതെ ഒപ്പം ഇരുന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആ കാരണം ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു നോക്കൂ. വോൾക്കാന പോലെ നിന്നവർ പതിയെ ഐസായി മെൽറ്റാവുന്നതും അവരുടെ തോട്ട്സൊക്കെ മാറി നോർമലാവുന്നതും കാണാം. സ്നേഹം കൊണ്ടോ ടെൻഷൻ കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ ഓവർ തിങ്ക് ചെയ്യുന്നവർക്ക് ഓവർ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരാളെങ്കിലും ആവശ്യമുണ്ട്. ബിക്കോസ് അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ സന്തോഷവും സമാധാനവും.